ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആൻസി വ്ളോഗ്. അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുരിദാർ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഫോർ ബിഗിനേഴ്സ്. അപ്പൊ ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല സ്റ്റിച്ചിങ്ങിലൊന്നും. ഞാൻ ഇപ്പം ഒരു 10-15 വർഷമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്ക് വേണ്ടിട്ട് തന്നെ കേട്ടോ. ഞാൻ അങ്ങനെ പുറത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ സമയമില്ല, ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് സമയമില്ല. അപ്പൊ നമ്മളിപ്പോ വാങ്ങിച്ചാൽ അത് അവർക്ക് കറക്റ്റ് ടൈമിൽ കൊടുക്കണം നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിക്കാൻ നിൽക്കാറില്ല. ഇന്നത്തെ വീഡിയോ നമ്മൾ എങ്ങനെ കറക്റ്റായിട്ട് ഒരു ചുരിദാർ സിമ്പിൾ ആട്ടോ, വേറെ അലങ്കോലപ്പണിയൊന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ചുരിദാർ. ഇപ്പൊ നമ്മളെ വീട്ടില് അമ്മയ്ക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ചുരിദാർ കേട്ടോ. ഓവർ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. സിമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്കത് കട്ട് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. എല്ലാം കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലാന്നുണ്ടെങ്കിൽ 2 പാർട്ടായിട്ട് കൊടുക്കാം കേട്ടോ, ഒന്ന് കട്ടിങ്ങും ഒന്ന് സ്റ്റിച്ചിങ്ങും ആയിട്ട്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ചിലപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ഇപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ മറന്നു പോകും. അപ്പൊ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഇങ്ങനത്തെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിന്റെ ഒക്കെ ആവുമ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അത് ചിലർക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ സ്റ്റിച്ചിങ്ങിന് മുന്നേ നിങ്ങൾക്ക് അതായത് സ്റ്റിച്ചിങ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ എടുത്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിന്റെ ആ മൂട് മുള്ളു പോകും കേട്ടോ. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ഈ ടാപ്പാണ്. അപ്പൊ ടാപ്പ് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ടാപ്പ് വാങ്ങിച്ചോളൂ. ടാപ്പ് ഈ ഒരു കാര്യത്തിന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ ചോക്ക്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കിംഗ് ചെയ്യാനുള്ളതാണ്. ഈ ചോക്ക് വാങ്ങിക്കാം. പിന്നീട് നമുക്ക് വേണ്ട മെയിൻ ആയിട്ട് നല്ലൊരു സിസേഴ്സ് വേണം കേട്ടോ. കുറച്ച് നല്ല മൂർച്ചുള്ള സിസേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൂർച്ചുള്ള കത്തി വേണമെന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് സ്റ്റിച്ചിങ്ങിൽ. നല്ല മൂർച്ചുള്ള കത്തി ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നീട് നമുക്കൊരു സ്കെയിൽ വേണം. അത് നിങ്ങൾക്ക് നോർമൽ സ്കെയിൽ ആണെങ്കിലും എടുക്കാം. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച ഇങ്ങനത്തെ 2-3 ഐറ്റംസ് ഉണ്ട്. അപ്പൊ സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും വേഗം വരച്ച് നമുക്ക് സെറ്റ് ആക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് സ്കെയിലൊന്നും ഇല്ലായിരുന്നു, ഞാൻ ടാപ്പ് കൊണ്ട് തന്നെയാണ് വരച്ചിരുന്നത്. ടാപ്പ് ഇങ്ങനെ സ്ട്രെയിറ്റ് വെച്ചിട്ട് അങ്ങനെയാണ് വരച്ചിരുന്നത്. പിന്നീട് നമുക്ക് വേണ്ടത് ക്യാൻവാസ് ആണ്. അപ്പൊ ക്യാൻവാസ് ഇതെന്റെ ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ. ക്യാൻവാസ് വെച്ചിട്ട് ചുരിദാറിന്റെ കഴുത്ത് തയ്ക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് കിട്ടും. അപ്പൊ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ക്യാൻവാസ്. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് നെക്കിന് വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ ഇതുപോലത്തെ നൂല് കട്ട് ചെയ്യുന്ന സാധനങ്ങൾ, പിന്നെ നമ്മളെ മെഷീന്, നൂല്, കാര്യങ്ങള്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും എന്താണ് ഈ നിവർന്ന് കിടക്കണേന്നുള്ളത്. ഇത് ചുരിദാർ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ 3 ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനാണ് ഞാൻ പോണത്. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരെണ്ണത്തിൽ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചുരിദാർ ബിറ്റ് വാങ്ങിച്ചതിന്റെ പാൻസിന്റെ ക്ലോത്ത് ആണ് കേട്ടോ. അപ്പൊ ഞാൻ പൊതുവെ ഇങ്ങനെ ഈ ഒരു ക്ലോത്ത് പാൻസ് ഞാൻ ഇങ്ങനെ ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാറില്ല. അതുവരെ ഞാൻ ടോപ്പ് ആക്കും. അപ്പൊ ഒരു ചുരിദാർ ബിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ചുരിദാറാണെന്നുണ്ടെങ്കിൽ ഞാൻ 6 ടോപ്പ് തയ്ച്ചെടുക്കും. അതായത് അതിന്റെ പാന്റ് കൊണ്ട് ഞാൻ ടോപ്പ് തയ്ക്കും കേട്ടോ. അപ്പൊ ഈ ഒരു പാൻസിന്റെ ഈ ഒരു ക്ലോത്ത് കൊണ്ടാണ് ഞാൻ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നത്. കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് അമ്മയ്ക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അമ്മേന്റെ അളവിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ക്ലോത്ത് ആണ്. അതിന് വേണ്ടിയിട്ട് അതിന്റെ ലൈനിങ്ങും ഞാൻ കോട്ടൺ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഞാൻ അയൺ ചെയ്ത് വെച്ചതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ അയൺ ചെയ്തിട്ട് മെഷർമെന്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് വൃത്തിക്ക് കിട്ടും കേട്ടോ. അതൊരു നെക്സ്റ്റ് ടിപ്പാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. അയൺ ചെയ്യാതെ. പിന്നെ ഇതും ഒരു പാൻസിന്റെ ക്ലോത്ത് ആണ് കേട്ടോ. 3ാമത്തെ ക്ലോത്ത് ഇത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഞാൻ അളവെടുത്തിട്ട് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഇത് 3 എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. പുറത്ത് കൊടുക്കേണ്ട ഒന്നല്ല, അമ്മയ്ക്ക് സ്റ്റിച്ച് ചെയ്യാനാണ്. അമ്മയ്ക്ക് കോട്ടന്റെ അല്ലാതെ പറ്റൂല. അപ്പൊ കോട്ടൺ ഡ്രസ് ഇപ്പൊ ചൂടൊക്കെ അല്ലേ, അപ്പൊ കോട്ടൺ ടോപ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് മെഷർമെന്റ് ആണ്. അപ്പൊ ഇതുപോലെ
നമ്മൾ അളവിനുള്ള ഒരു ചുരിദാർ എടുക്കുക കേട്ടോ. ഇതിപ്പോ എൻ്റെ അമ്മേന്റെ അളവിനുള്ള ചുരിദാറാണ്. അപ്പൊ ഈ അളവിനുള്ള ചുരിദാറിന് മെഷർമെന്റ്സ് എടുക്കണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് നോക്കുക കേട്ടോ. എനിക്കിതിന് ടോട്ടൽ ലെങ്ത് വേണ്ടതൊരു 42 ആണ്. 42 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇടണം. ഇനി നമുക്കിവിടെ ഷോൾഡർ നോക്കാം കേട്ടോ. ഷോൾഡർ 6.25 അതുപോലെ കൈക്കുഴിന്റെ ഇറക്കം വരുന്നത് ഇവിടെ ഞാൻ 7 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. ഇത് റെഡിമെയ്ഡ് ആണ്. അപ്പൊ എനിക്ക് കറക്റ്റ് അളവ് അറിയുന്നതുകൊണ്ട് 7 ഇഞ്ചാണ് എടുക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് 10 ഇഞ്ച്, ഷേപ്പ് വരുന്നത് 9, അതുപോലെ ഹിപ്പ് സൈസ് ഇവിടെ വരുന്നത് 11 ആണ്. കൈയിന്റെ ഇറക്കം വരുന്നത് 15, അതുപോലെ കൈയിന്റെ വണ്ണം വരുന്നത് 5 ഇഞ്ചാണ്. ഇനി ഞാൻ അളവ് തുണിയിൽ എടുക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്. സ്ലിറ്റ് ഞാനൊരു ഇത് ഓപ്പൺ ഇല്ലാത്ത ചുരിദാറിന്റെയാണ്, പക്ഷെ ഞാൻ 19 ആണ് 19 അല്ലെങ്കിൽ 20 കൊടുക്കും. 20 കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ലൈനിങ് പീസിലാണ് ആദ്യം മെഷർമെന്റ്സ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ലൈനിങ് പീസ്. ഞാൻ 2 പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ മടക്ക് വരുന്നത് നമ്മളുടെ സൈഡിലേക്കാണ്. ഇവിടെ ഓപ്പൺ ആണ് കേട്ടോ. ഇവിടുന്ന് ഷോൾഡർ 6.5 ഇഞ്ച്, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് 6.5 മാർക്ക് ചെയ്യാം. കൈക്കോഴി ഇറക്കം 7 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു ലൈന് വരയ്ക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മെഷർമെന്റ് 10.25 ആണ്. പ്ലസ് ഞാനൊരു 2 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഞാനൊരു 12.25 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക കേട്ടോ. ഈ ലൈന് ജോയിൻ ചെയ്ത് കൊടുക്കുക. വേസ്റ്റിന്റെ ഇറക്കം 13 ആണ്. ആ 13 ഇവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ ഹിപ്പിന്റെ ഇത് 15. സ്ലിറ്റിന് 19 കേട്ടോ. ഇവിടുന്ന് ഞാൻ 10 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇവിടെ 11 പ്ലസ് 2. പോയിന്റ്സ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കതെല്ലാം വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആ പോയിന്റ്സിലൂടെ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഇത് തയ്യൽ തുമ്പാണ്. അപ്പോൾ കറക്റ്റ് ഷേപ്പ് ഉള്ളതാണ് ഈ ഒരു ഭാഗം വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ 2 ഇഞ്ചാണ് കൊടുക്കുന്നത് തയ്യൽ തുമ്പ്. ഇനി നമുക്ക് ചുരിദാറിന്റെ താഴേക്കുള്ള വീതി ഞാൻ 13 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ആ 13 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പോയിന്റും മുകളിലത്തെ ആ ഒരു സ്ലിറ്റിന്റെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വലിയ സ്കെയിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സൗകര്യവും നമുക്ക് ലൈന് വരയ്ക്കാൻ. അപ്പോൾ അത് മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് കൈക്കുഴീൻ്റെത് നോക്കാം. ഇവിടെ കുറച്ച് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് കേട്ടോ. അവിടെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 3.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിൽ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നെക്കിൻ്റെ അവിടെ നിന്ന് 4 ഇഞ്ച് ഞാൻ അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡർ ഒന്ന് ചെരിച്ച് വരയ്ക്കാനാട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഷോൾഡർ കറക്റ്റ് നിൽക്കില്ല. ഇവിടെ നിന്ന് ഒരു 1.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ കുഴിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഒരു കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ്സ് കൊടുക്കണം. അപ്പം നമുക്ക് ഈ പോയിന്റ്സ് പിന്നെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെറിയൊരു കേർവ് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുകളിൽ ഞാൻ ആ 1/4 ഇഞ്ച് ചെയ്തത് ചെരിച്ച് വെട്ടുന്നുണ്ട്.
എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ സെൻറ്റർ പാർട്ടിൻ്റെ അവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ സ്ലിറ്റ് വരുന്നിടത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു നോച്ച് ഇട്ട് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പോൾ ഈസി ആവാനാട്ടോ. അതിനുശേഷം മെയിൻ ക്ലോത്ത് എടുത്ത പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ നമ്മൾ എങ്ങനെയാണോ ലൈനിങ് പീസ് ഇട്ട് അതുപോലെ തന്നെ വെച്ചതിന് ശേഷം ഈ അളവെടുത്ത് ലൈനിങ് പീസ് അതിന് മുകളിൽ കൂടെ വെച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. ഇതങ്ങ് വെച്ചു കൊടുത്താൽ കറക്റ്റ് പിന്നീട് അളവെടുക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റ് അങ്ങ് വെട്ടിക്കൊടുത്താൽ മതി. അതുപോലെ നെക്കിനും സ്ലിറ്റിനും അവിടെ നോച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടിലെ ക്ലോത്താണ്, അപ്പോൾ കൈക്കുഴി കുറച്ച് കുഴിച്ച് വെട്ടണം. അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ടാണ് വരുന്നത്, ലൈനിങ് പീസും അതുപോലെ തന്നെ മെയിൻ പീസും കേട്ടോ. അപ്പോൾ അതിനും ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ലൈനിങ് പീസിലും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ഒരുമിച്ച് വെച്ച് അങ്ങ് കട്ട് ചെയ്താലും മതി. ഇനി നമ്മളെ മെയിൻ ക്ലോത്തിൽ താഴെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ചുരിദാർ ഒരു ഷേപ്പിന് കിട്ടാൻ, അല്ല സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് ബോറായി നിൽക്കും. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് പാർട്ടിൽ ഇത് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ ബാക്ക് പാർട്ട് നമുക്ക് അവിടെ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. ബാക്ക് പാർട്ടിൽ നമ്മൾ എങ്ങനെയാണോ അളവെടുത്തത് അതുപോലെ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ സ്ലീവ്സ് നമുക്ക് അധികം കിട്ടില്ല, കാരണം ഈ ക്ലോത്ത് ഓൾറെഡി 2.5 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഉള്ള ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് എടുക്കാം. അതേപോലെ ഞാനിപ്പോൾ ആ സൈഡ് ഇട്ടത് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ അളവ് ഞാൻ പറഞ്ഞുതരാം എത്ര എടുക്കേണ്ടതെന്ന്. നമ്മൾ 15 അല്ലേ നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തത്. അപ്പോൾ 15 + 2 നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഷേപ്പ് മുകളിൽ ഇതുപോലെ ഒരു എസ് മോഡലിൽ വരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നെക്കിനുള്ള ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. അത് ഇതേപോലെ നമുക്ക് മാർക്ക് ചെയ്ത് ഒരു 10 ഇഞ്ച് താഴേക്ക് ഇറക്കം, പിന്നെ അതുപോലെ തന്നെ ഒരു 5 ഇഞ്ച് നമുക്ക് മുകളിലേക്ക് വീതിയായിട്ട് എടുക്കുക. അപ്പോൾ ടോട്ടൽ രണ്ടും 10 കേട്ടോ. അങ്ങനെ നമുക്കൊരു ബോക്സ് ടൈപ്പ് കിട്ടും. അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ക്യാൻവാസിൽ നമുക്ക് നെക്ക് വരയ്ക്കാനുള്ളത്. നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് കേട്ടോ വരയ്ക്കുക. ഈ ഒരു ക്ലോത്തിൽ നമ്മളത് സ്റ്റിക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കി വെച്ചിട്ട് സെൻറ്റർ പോർഷന് ഒരു നോച്ചിട്ട് കൊടുക്കുക. നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കട്ടവിടെ കൊടുക്കുക. അപ്പോൾ ക്യാൻവാസ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ നമുക്ക് എത്രയാണോ കഴുത്തിന് ഇറക്കം വേണ്ടത് അത് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. എനിക്ക് വേണ്ടത് ഒരു 6.25 അപ്പോൾ ഞാൻ 6.25 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ബോക്സ് പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. കഴുത്തിൻ്റെ വീതി ഞാൻ 3.25 എടുക്കണം. എന്നിട്ട് നമുക്ക് ഏത് ഡിസൈനാണ് വേണ്ടത് വെച്ചാൽ ആ ഡിസൈനിൽ വരച്ചിട്ട് കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ മുകളിൽ ഇതുപോലെ ഒരു ബ്രിഡ്ജ് പോലെ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും നമുക്ക് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ക്യാൻവാസിൽ നെക്ക് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു ക്ലോത്തിലേക്ക് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അയൺ ചെയ്യുമ്പോൾ തന്നെ അതവിടെ സ്റ്റിക്ക് ആയിക്കോളും. പിന്നെ ആ ഒരു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല. എന്നിട്ട് നമുക്കത് മടക്കി അടിക്കുക. അതിൻ്റെ ആ ഒരു ഷേപ്പിന് തന്നെ ബാക്കി. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ചുരിദാർ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി 2 ക്ലോത്ത്സ് ഞാൻ പറഞ്ഞില്ല. അപ്പം അതും നമുക്ക് ഇനി എന്താവും ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതേ അളവിന് വെച്ചിട്ട് ഇതുപോലെ ആ ഒരു മെയിൻ ക്ലോത്തിൽ വെക്കുക. അതുപോലെ തന്നെ ലൈനിങ്ങിലും വെക്കുക. ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ലൈനിങ്ങും മെയിൻ ക്ലോത്തും വെച്ചിട്ട് തന്നെ ഈ അളവ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതുപോലെ സെപ്പറേറ്റ് കാണിച്ചു തന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടും ബാക്കും പീസ് റെഡി ആയിട്ടുണ്ട്, മെയിൻ ക്ലോത്തും ലൈനിങ്ങും. അതുപോലെ ഞാൻ ഇതിന് സ്ലീവ്സ് വെക്കുന്നുണ്ട്. സ്ലീവ്സ് ഞാൻ ഇതിൽ പഫ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പഫ് കൊടുക്കുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ എത്രയാണോ കൈൻ്റെ ഇറക്കം കിട്ടുന്നത് പ്ലസ് ഞാൻ 3 ഇഞ്ച് പഫിന് ഞാൻ കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്ക് ആയതുകൊണ്ട് ചെറിയ പഫേ കൊടുക്കുന്നുള്ളൂ. വലിയ പഫൊക്കെ ആയി കഴിഞ്ഞാൽ കുറച്ച് ബോറായിരിക്കും. അപ്പോൾ ഞാൻ നമ്മൾ നോർമൽ സ്ലീവ്സ് വരയ്ക്കണ പോലെ ഇവിടെ വരയ്ക്കുക. പ്ലസ് നമ്മളൊരു 3 ഇഞ്ച് മുകളിലേക്ക് എക്സ്ട്രാ കൊടുക്കുക. അത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യേണ്ട, പഫ് സ്ലീവ്സിന് ചെയ്യേണ്ടത്. അപ്പോൾ മുകളിൽ ഇതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് 3 ചെയ്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് വരച്ച് ആ ഒരു നമ്മൾ ആദ്യത്തെ സ്ലീവിന്റെ ആ ഒരു അളവെടുത്തിലേക്ക് ജോയിൻ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിന്റെ സ്റ്റിച്ചിങ് കൂടിയും കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് പാർട്ട് 1 ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. കട്ടിങ് വീഡിയോ പാർട്ട് 1 ആയിട്ട് കൊടുക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി എല്ലാ ചുരിദാറും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.